ശബരിമല സ്വർണം കട്ടവരെ സംരക്ഷിക്കുകയാണോ SIT എന്ന സംശയം ഉന്നയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെളിവുകൾ നശിപ്പിക്കുവാനുള്ള സാധ്യതകൾ മുന്നിൽ നിൽക്കുമ്പോഴും SIT കൈകഴുകുകയാണോ എന്നാണ് VD സതീശൻ ചോദിക്കുന്നത്. 90 ദിവസം കഴിഞ്ഞിട്ടും ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പോലും സമർപ്പിക്കാൻ സാധിക്കാത്ത SIT എന്ത് അന്വേഷണമാണ് നടത്തുന്നതെന്ന് സഭയിൽ VD സതീശൻ ചോദിക്കുന്നുണ്ട്. ഈ കേസിൽ അറസ്റ്റിലായി അകത്ത് കഴിയുന്ന പ്രതികൾ പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്നും ഈ സ്വർണ്ണക്കൊള്ള കേസ് എന്നേക്കുമായി അവസാനിക്കുമെന്നും സതീശൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം സഭയിലുണ്ടായ സംഘർഷത്തിൽ സംഭവിച്ച കാര്യവും സതീശൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വാച്ചാൻ വാർഡ് പ്രതിപക്ഷ അംഗങ്ങളുടെ കയ്യിലിരുന്ന ബാനറുകൾ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. അതുകൊണ്ടാണ് സ്പീക്കറുടെ ഡയസിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ കടന്നു കയറിയത്. ഇനി സഭയ്ക്കുള്ളിൽ നിന്ന് ഈ പ്രതിഷേധ സമരം സഭയ്ക്ക് വെളിയിലേക്ക് പറിച്ചു നടുമെന്നും VD സതീശൻ അറിയിച്ചു. CPMന്റെ സംസ്ഥാന നേതാക്കൾ മുതൽ ബ്രാഞ്ച് നേതാക്കൾ വരെ സ്വർണം കട്ട് അകത്ത് കഴിയുമ്പോഴും കോൺഗ്രസ്സുകാരാണ് കള്ളന്മാർ എന്ന് ഒരു സഭയിൽ വിളിച്ചു പറയുന്ന CPMനെ വഴി നടക്കാൻ അനുവദിക്കില്ലെന്നാണ് UDF പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതു മതമായാലും ആരാധനാലയത്തിൻ്റെ വസ്തുക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോയവർ ആരും രക്ഷപ്പെട്ടിട്ടില്ല. ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയുള്ളവർക്ക് ആദ്യം മാനസിക നില തെറ്റുകയാണ് പതിവ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന നാളുകൾ അടുത്തെത്തിയ സ്ഥിതിക്ക് വലിയ വെളിപ്പെടുത്തലുകൾക്കും കേരളം സാക്ഷ്യം വഹിക്കും. അതിനു മുന്നോടിയായി സമരം ശക്തമാക്കുമെന്ന പ്രഖ്യാപനമാണ് സഭയ്ക്കുള്ളിൽ സതീശൻ നടത്തിയത്. സഭ ഇരുന്ന അവസാന ദിവസമാണ്. സർ, അങ്ങേക്കറിയാം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച ഈ കേസിൽ ഈ പ്രതികൾ എല്ലാവരും, ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള എല്ലാവരും സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടി പുറത്തു വരികയാണ്. കഴിഞ്ഞ 90 ദിവസമായിട്ട് ഒരു പ്രാഥമികമായ കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിയാതെയാണ് ഇതിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിൽക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഒരു വിഭാഗം ജനങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അതിന്റെ വലിയ ഉത്കണ്ഠയുണ്ട്, വലിയ പരിഭ്രാന്തിയുണ്ട്. ഇതുപോലെയുള്ള ഒരു പവിത്രമായ സ്ഥലത്ത് ഇതുപോലെ ഒരു കൊള്ള നടന്നിട്ട് അതിനെക്കുറിച്ച് ഒരു അന്വേഷണം 90 ദിവസമാകുമ്പോൾ, സാർ, ഞങ്ങൾ ഭയപ്പെടുന്നത് ഈ പ്രതികൾ പുറത്തുവിടുമ്പോൾ ഇപ്പോൾ തന്നെ വേണ്ട രീതിയിലുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടില്ല. ഈ പ്രതികൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കപ്പെടും, ഒരു സംശയമില്ല. ഇതൊരു കോടീശ്വരനാണ് ഈ ദ്വാരപാലക വിഗ്രഹം വിറ്റിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലും ആ തൊണ്ടി മുതൽ പോലും കണ്ടെടുക്കാൻ 90 ദിവസമായിട്ട് കഴിഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കാൻ പറ്റിയിട്ടില്ല. സാർ, ഈ പ്രതികൾ കൂടി പുറത്തിറങ്ങിയാൽ മുഴുവൻ തെളിവുകൾ നശിപ്പിക്കപ്പെട്ട് ശബരിമല സ്വർണ്ണ കവർച്ച എന്ന് പറയുന്നത് ഇല്ലാതായി മാഞ്ഞു പോകും. സാർ, അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. സഭയിൽ കഴിഞ്ഞ ദിവസം അങ്ങ് ചില പ്രയാസങ്ങൾ പ്രകടിപ്പിച്ചു. ഞങ്ങളുടെ മെമ്പർമാര് ഡയസിലേക്ക് എരച്ചു കയറിയെന്ന്. സാർ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അവരുടെ കയ്യിലുള്ള ബാനർ വാച്ചാൻ വാർഡ് ബലമായി ഈ സഭയിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ പിടിച്ചു വലിച്ചപ്പോൾ അത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഡയസിലേക്ക് കയറിയത്. സാർ, അങ്ങോട്ട് പറയുന്നു, ഞങ്ങൾ സമാധാനപരമായിട്ടാണ് ഈ നിയമസഭയിൽ ഞങ്ങൾ സമരം നടത്തിയത്. സാർ, കേരളത്തിലെ, സാർ, ഞാൻ അന്ന് തന്നെ എന്റെ അവകാശം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നു. ഒരു മന്ത്രി തടസ്സപ്പെടുത്തിയാണ് അങ്ങ് എനിക്ക് തന്നാണ് ഈ അവസരം. സാർ, ഈ നിയമസഭ സമ്മേളനം കൂടെ തീരുകയാണ്. സാർ, ഞങ്ങൾ ഈ സമരം സഭയ്ക്കകത്ത് ഞങ്ങൾ ആരംഭിച്ച സമരം ഞങ്ങൾ സഭയ്ക്ക് പുറത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. സാർ, അതിശക്തമായി ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. സാർ, ഇവരെ ഈ അന്വേഷണം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ CPMന്റെ പ്രധാനപ്പെട്ട ആളുകൾ, നേതാക്കൾ ക്യൂവിലാണ്, അവർ ജയിലിൽ പോകും എന്നുള്ള ഭയം കൊണ്ടാണ് ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യുക. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ പരാമർശിച്ചു. ഇവിടെ ബാനർ പിടിച്ചു കയറാനാണ് ഇങ്ങോട്ട് ഡയസ് കയറിയത്. യഥാർത്ഥത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ബാരിക്കേഡ് മറിച്ചു കയറുന്നത് പോലെയാണ് നിങ്ങളുടെ പല MLA-മാരും ശ്രമിച്ചത്. അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അതോടൊപ്പം തന്നെ ചെയറിനെ തെരുവിലിട്ട് അലക്കുന്ന രീതിയും ശരിയല്ല. ചെയറിന് തെരുവിൽ വന്ന് പറയാൻ സാധിക്കുന്നല്ല. ഇപ്പൊ തെരുവിനെ സ്ട്രീറ്റിലിട്ട് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം അലക്കുന്ന രീതിയും ശരിയല്ല. ചെയർ ഈ സീറ്റിൽ